ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിരുന്ന് അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ വൃത്തിയ, ചെറു കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഒരു ചെറിയ ഉപമയാണ്. ഒരു രാജപ്രഭു രാജപദവി സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് അവരിൽ ഒരാൾക്ക് 10 നാണയവും മറ്റൊരാൾക്ക് 5 നാണയവും മറ്റൊരാൾക്ക് 1 നാണയം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇതുകൊണ്ട് നീ കൃഷി ചെയ്ത് ജീവിക്കുക. ഈശോ സ്നേഹം നിറഞ്ഞവരെയും, ആ രാജപ്രഭു തിരിച്ചു വരുമ്പോൾ 10 നാണയം കിട്ടിയവൻ ഒരു 10 കൂടി സമ്പാദിച്ച് രാജാവിനെ സന്തോഷഭരിതനാക്കുന്നു. അതുപോലെ 5 നാണയം കിട്ടിയവനും അങ്ങനെ ഇരട്ടി സമ്പാദിച്ച് രാജാവിനെ സന്തോഷിപ്പിക്കുന്നു. 1 നാണയം കിട്ടിയവനാകട്ടെ ഒന്നും സമ്പാദിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നു. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഇതിലൂടെ നമ്മളെ ഇന്ന് തമ്പുരാൻ പറഞ്ഞ് ബോധ്യമാക്കുന്നത് എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിലെ, നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസ ബോധ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ 10 നാണയം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പാരമ്പര്യമായിട്ട് വിശ്വാസ ജീവിതത്തിലെ, വിശ്വാസ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ നമ്മളോട് പറഞ്ഞ് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ താലന്ത്, നിനക്ക് കിട്ടിയ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ, നിനക്ക് കിട്ടിയ നാണയങ്ങളുണ്ടല്ലോ, എന്നെ പറ്റിയുള്ള വിവരങ്ങൾ, എന്നെ പറ്റിയുള്ള അറിവുകൾ, വിശ്വാസ ജീവിതത്തിലെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാനുള്ള ഇതൊക്കെ നീ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ പകർന്നു കൊടുത്തിട്ടുണ്ടോ? സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അതോ നീ ഇതൊന്നും ചെയ്യാതെ നിനക്കൊരു മതഭ്രാന്താണ് എന്ന് കരുതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കരുതിയാണോ നീ ഇത് ജീവിക്കുന്നതെങ്കിൽ ഈശോ ഇന്ന് നമ്മൾ ചോദിക്കുന്നു, മകനെ, മകളെ, നീ ഇത് 10 നാണയക്കാരൻ ചെയ്തതുപോലെ നീ കൂടുതൽ വർദ്ധിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴല്ലേ എനിക്ക് നിന്നോട് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്, എനിക്ക് കൂടുതൽ നിനക്ക് തരുവാൻ സാധിക്കുന്നത്. നീ ഈ ഒരു കാര്യം വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് നിന്നോട് കൂടുതൽ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് 1 നാണയക്കാരനെ പോലെ ആകാതെ നമുക്ക് അനുതപിച്ച് പശ്ചാത്തപിച്ച് 10 നാണയം കിട്ടിയ വിശ്വാസിയെ പോലെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Follow the Word of God.